എല്ലാവരും ഇപ്പം ഓണം വൈബിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോ ഞങ്ങൾ വിചാരിച്ചു സൈലത്തില് എല്ലാവരും ഇപ്പൊ ഒരു ഓണം മൂഡിലേക്ക് വരികയാണല്ലോ. അപ്പൊ എല്ലാവരുടെയും ഓണം എക്സ്പീരിയൻസസും അവരുടെ മെമ്മറീസും ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ഫാക്കൽറ്റീസ് ഒക്കെ ബിസിയാണ്, എല്ലാവരും ലൈവിലാണ്. പക്ഷെ ഫ്രീ ആയിട്ടുള്ളവരോടൊക്കെ നമുക്ക് ചോദിക്കാം. ലെറ്റ്സ് ഗോ. മുല്ലപ്പൂവും ചൂടി വരവാണ്. സർ ഇന്നോളൂ, ഇത്ര റെസ്പെക്ട് ഒന്നും വേണ്ട. ഓണം എന്ന് പറയുമ്പോ ഓക്കെ നിന്നരിക്കാം. ഓണത്തിനെ കുറിച്ച് ഓർക്കുമ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ഓർമ്മ ഓൺ എക്സാം. ഇപ്പൊ അതിന്റെ സീസൺ ആണ്. എന്നാലും അല്ലെങ്കിൽ when you think about ഓണം എന്താണ് വരുന്നത് ഫസ്റ്റ്? മറ്റേ കൊതുവിന്റെ കടിയൊക്കെ കൊണ്ട് തപ്പ വരയ്ക്കാൻ പോകുന്നു. അപ്പോ സർ പറയൂ. എഴുന്നേൽക്കണ്ട സർ, ഇരുന്നോളൂ. പ്രായം കൂടുതലുള്ള ആളല്ല. അപ്പം ബഹുമാനം, പ്രായത്തിനെ ഞാൻ ബഹുമാനിക്കുന്നു. ഓണം എന്ന് കേൾക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാല് ഞങ്ങൾ ചെറുപ്പകാലത്ത് ഞങ്ങൾ അടുത്തുള്ള കൂട്ടുകാരികളും കൂട്ടുകാരന്മാരായിട്ട് ചെറിയൊരു പാത്രമായിട്ട് നല്ല രസമാണ്. അപ്പോ പറമ്പില് നല്ല പച്ചപ്പുണ്ടാവും, അതിൽ മഞ്ഞ ഇതളുള്ള ചെറിയ പൂവുണ്ടാവും, വളരെ ചെറിയ പൂവ്. പക്ഷെ പേര് എനിക്കറിയാം. എന്റെ ദൈവമേ, പേര് വേണ്ട. പേര് കിട്ടിയില്ലേലും കുഴപ്പമില്ല, നമുക്ക് വേറെ പേരിടാം. നാട് മൊത്തം ഞങ്ങള് ടീമായിട്ട് ഇറങ്ങും, എന്നിട്ട് അത് കളക്ട് ചെയ്യും, എന്നിട്ട് എല്ലാരും കൂടി എന്ത് ചെയ്യും, പൂക്കളിടും. എന്നിട്ട് ഒരു വൈകുന്നേരം ആകുമ്പോ എല്ലാരും കൂടി അത് നശിപ്പിക്കും. അത് സാറിനോട് പ്രത്യേകിച്ച് ചോദിക്കേണ്ട. ഓണത്തിന് ഫേവറേറ്റ് സദ്യ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അതിൽ ഫേവറേറ്റ് ഐറ്റം ഏതാണ്? എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള അവിയല. അവിയൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ നന്നായിട്ട് എന്ത് ചെയ്യാണ് കഴിക്കൽ. വീട്ടില് പരിപാടി ഉണ്ടാകുമ്പോൾ വിളിക്കുന്നില്ല. എന്റെ ഓണം ലുക്കില്ലേ ഒന്ന് റേറ്റ് ചെയ്യേ. മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. പൂ വച്ചില്ല, മുല്ലപ്പൂ വെച്ചില്ല, അതിന് പോയിന്റ് കുറയ്ക്കോ? മുല്ലപ്പൂ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈശ്വരാ, പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. ഇവിടെ ബേസിൽ അമ്മീൻ ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് അഭിനയിക്കുന്നുണ്ടോ പഠിക്കുന്ന പോലെ. മാവേലി വന്നിട്ടുണ്ടെങ്കിലേ മാവേലിനോട് എന്താ പറയാ? ജെസി സാറെ കല്യാണം നടത്താൻ മീനാക്ഷി, നമുക്ക് ഹണിമൂണിന് എங்கே പോകണം? സൈലന്റിലെ ഫേമസ് എഡിറ്റേഴ്സ് ആയിട്ടുള്ള സെബിൻ ആൻഡ് ഷാക്കർ ഇവിടെ ഉണ്ട്. അവരോട് നമ്മൾ ഓണം മെമ്മറീസ് ചോദിക്കാൻ പോവാണ്. സദ്യയിൽ എന്താണ് ഫേവറേറ്റ്? ഉണ്ടാക്കാൻ അറിയോ? എന്താണെന്ന് അറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടാവും. നമ്മുടെ നീറ്റ് ഓൺലൈൻ കോർഡിനേറ്റർ ആയ NS മാം നമ്മളോട് കുറെ മെമ്മറീസ് പറയുന്നതാണ്. ഓക്കെ, ഓണത്തിനെ കുറിച്ചിട്ടുള്ള ഒരു നല്ലൊരു ഓർമ്മ പറയും. ഓണത്തിനെ കുറിച്ചുള്ള ഓർമ്മ എന്ന് പറയുമ്പോ കുട്ടിയൊക്കെ ക്ലാസ് എടുക്കുന്ന ഓർമ്മ. പണ്ട് മുതലേ ഓർമ്മ. കഴിഞ്ഞ കൊല്ലം അങ്ങനെ ഒരു ഓർമ്മ എനിക്കില്ല. എപ്പോഴും നമ്മുടെ എല്ലാരും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങിയിട്ട് എല്ലാരും വരുന്നു, കഴിക്കുന്നു, പായസമൊക്കെ കുടിക്കുന്നു. അന്ന് ഷുഗർ കട്ട് വേണ്ടാന്ന് വെക്കുന്നു. ഓ, മാവേലിനെ പെട്ടെന്ന് കണ്ടാൽ എന്തു പറയും? മാവേലിനെ പെട്ടെന്ന് കണ്ടാൽ ഒന്നുകൂടി ഭരണത്തിൽ വരുമോ? ഓണം എന്ന് പറയുമ്പോ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത് എന്താ? സദ്യ. സദ്യയിൽ ഒന്നുമില്ല. ചേട്ടാ കുറച്ച് ചോറിട്ടെ. വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട് വേണ്ടെന്ന്. ഓക്കെ, ഓൾവേസ് അബൌട്ട് സാരി, പിന്നെ മുണ്ട് സെറ്റ്, മുണ്ട്, മുല്ലപ്പൂവ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്രാവശ്യം സൈലത്തിലെ ഓണത്തിന് നമുക്ക് നസ്ലി മാമിന്റെ വെറൈറ്റി ലുക്ക് പ്രതീക്ഷിക്കാമോ? അമ്പടി കേമികളെ പ്രായം കുറയ്ക്കാൻ വേണ്ടി മക്കളെ മുറിയിലിട്ട് പൂട്ട, കണ്ണട മാറ്റി വയ്ക്കുക. ഇന്ന് ഞാൻ കാണിച്ചു തരാം. തരില്ല ഞാൻ, ഇത് ആർക്കും തരില്ല. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണും ഓണത്തിനെ കുറിച്ച് ഒരു സ്പെഷ്യൽ ഓർമ്മ, സദ്യയിലെ ഒരു ഫേവറേറ്റ് ഐറ്റം, ഒരു ഫേവറേറ്റ് ഫാമിലി മെമ്മറി, ഡ്രാമ ഒക്കെ അല്ലേ? ഓക്കെ, അപ്പം എല്ലാവരുടെയും ഓണം അടിപൊളി ആവട്ടെ. വിഷിംഗ് യു ഓൾ എ വെരി വെരി ഹാപ്പി ഓണം. പല 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 പഠിക്കണ കഥകൾ പല നാട്ടിലും പലതരം